അടുത്ത വലിയൊരു പരിപാടി പോകാൻ വരാമുണ്ട്. അടുത്ത വലിയൊരു പരിപാടി വരാണ്ടല്ലോ. ജൂൺ 20 എന്റെ കല്യാണമാണ്. നിങ്ങളെല്ലാവരെയും ഞാൻ ഒഫീഷ്യലി ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം എന്താ പറയാ, നിങ്ങളൊക്കെ തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം എന്റെ എൻഗേജ്മെന്റ് ഫംഗ്ഷനിൽ പലരും പറയുന്നുണ്ടായിരുന്നു നിങ്ങളെല്ലാവരെയും ബാക്കേ കാണാൻ പറ്റുള്ളായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഒരു എന്താ പറയുക, ഒരു 10-20 വർഷം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ ഒരു എൻഗേജ്മെന്റ് വീഡിയോ ഒക്കെ കാണുമ്പോൾ സത്യം ഭയങ്കര ഹാപ്പി ആവും കേട്ടോ. കാരണം ഞാൻ ഒരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറഞ്ഞ സാധാരണക്കാരനാണ്. അപ്പോൾ എൻ്റെ ഒരു എൻഗേജ്മെന്റിലേക്ക് ഇത്രയും പേര് വരിക, അല്ലെങ്കിൽ ഇത്രയും മീഡിയ സപ്പോർട്ടൊക്കെ കിട്ടാമെന്ന് എൻ്റെ മക്കളുടെ അടുത്ത് അഭിമാനത്തോടെ പറയാൻ പറ്റില്ല. അത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ട്. കാരണം അന്നത് ചോദിക്കുമ്പോൾ ഞാനാ പറഞ്ഞത് അവർക്ക് ഒരു റെസ്ട്രിക്ഷനും വെക്കേണ്ട. കാരണം പെണ്ണിൻ്റെ വീട്ടുകാർ നടത്തുമ്പോൾ അവർ പറഞ്ഞിരുന്നു, കാരണം നിങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല, എല്ലാവർക്കും അവിടെ ഇരിക്കുന്നവർക്ക് കാണാൻ പറ്റത്തില്ല, പലരും പല ദൂരത്തു നിന്ന് വരുന്നതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാനാ പറഞ്ഞത് അവരെ കയറ്റി വിടണം, കാരണം അവരാണ് എന്നെ സപ്പോർട്ട് ചെയ്തെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് മറ്റേ കോപ്പിറൈറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുറേ പേര് വീഡിയോസ് അവരെ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിന് ഒരുപാട് നന്ദി. ഞാൻ ഒരാൾക്കും ഞാൻ കോപ്പിറൈറ്റ് കൊടുത്തിട്ടില്ല. കാരണം അവരായിട്ട് തോന്നിയിട്ട് അവർക്ക് ഇപ്പോഴും കുറച്ച് വീഡിയോസ് ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും അവരായിട്ട് കുറച്ച് വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പം അതിൽ ഒരുപാട് സന്തോഷം. പിന്നെ എന്താ പറയുക, എനിക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ. കാരണം മീഡിയ എന്ന് പറയുന്നത് എനിക്കറിയാം നിങ്ങളെല്ലാവരും കണ്ടന്റിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്നുള്ളത് എനിക്കറിയാം. പിന്നെ തംബ്നെയിൽ ഇപ്പോൾ പലരും ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ റീസെൻ്റ്ലി കുറച്ച് മീഡിയാസിൻ്റെ തംബ്നെയിൽ നോക്കിയപ്പം ഓക്കെ, അവർക്ക് നല്ല രീതിയിൽ തംബ്നെയിൽ ഇടുന്നു. പക്ഷേ റീച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലർക്ക് തംബ്നെയിൽസ് അങ്ങനെ കൊടുക്കാറുണ്ട്. പക്ഷെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അപ്പം എന്തായാലും എന്താ പറയുക, ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കട്ടെ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെയൊക്കെ സ്നേഹം, പ്രാർത്ഥന, അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സാധിക്കാൻ വേണ്ടി നിങ്ങളുടെയൊക്കെ അനുഗ്രഹം വേണമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഒരുപാട് നാളിന് ശേഷം കണ്ടല്ലേ. അപ്പം വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ആക്ച്വലി ഗോൾഡൻ വിസ കിട്ടിയായിരുന്നു. അപ്പം സാധാരണ ഈ ആൾക്കാർക്ക് ഗോൾഡൻ വിസ കൊടുക്കുമ്പോൾ അത് അവർ യൂട്ടിലൈസ് ചെയ്യാറില്ല. അപ്പം നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു സ്ഥലമാണ് UAE അല്ലെങ്കിൽ ദുബൈ ബേസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത്. അപ്പം ഞാനത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഓരോന്ന് സാധിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ കൺക്ലൂഷൻ എത്തുമ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ പറയും ഇന്ന കാരണം എൻ്റെ ഓരോ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ഓരോ നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ അടുത്തും കൂടെ ഷെയർ ചെയ്യണമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ്. അത് ഞാൻ തീർച്ചയായിട്ടും ഞാനത് ചെയ്യുന്നതായിരിക്കും. ഈ നല്ല കാര്യങ്ങൾ നടക്കാൻ ദുബായ് ചൂസ് ചെയ്തതിന്റെ കാരണം? ദുബൈ എന്ന് പറയുന്നത് എനിക്ക് ഗോൾഡൻ വിസ കിട്ടിയതാണ് ഫസ്റ്റ് ഒരു കാര്യം. കാരണം അവിടുത്തെ ഗവൺമെൻറ് അംഗീകരിച്ച് എനിക്ക് ആ ഒരു ഗോൾഡൻ വിസ എന്ന് പറഞ്ഞൊരു കാര്യം തന്നപ്പം സത്യം പറഞ്ഞാൽ എനിക്കതൊരു എന്താ പറയുക, എനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. കാരണം അത് ഒരു പ്രിവിലേജ് ആയിട്ട് കണ്ടു. പിന്നെ ഞാൻ അതിൻ്റെ പോസിബിലിറ്റീസ് എന്താണ്, ചാൻസസ് എന്താണ്, അത് വഴി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാനൊരു സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് ഓക്കെ ശരി UAE അല്ലെങ്കിൽ ദുബൈ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു സ്ഥലമാണെന്നും പിന്നെ അവിടുത്തെ ലോ സിസ്റ്റവും പിന്നെ അവിടുത്തെ ജീവിത ശൈലി എല്ലാം കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്, ബെറ്റർ ആണെന്ന് തോന്നി. പക്ഷേ എനിക്ക് എപ്പോഴും കേരളം തന്നെയാണ്. കാരണം നിങ്ങൾ തന്നെയാണ് കേരളത്തിലുള്ളവർ തന്നെയാണ് എനിക്കൊരു എന്താ പറയുക ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ എന്നെ തിരിച്ചറിയാൻ കാരണം കേരളം തന്നെയാണ്. സോ അപ്പം എല്ലാവരും പോകുന്നില്ല അധ്വാനിക്കാൻ വേണ്ടി പുറം നാട്ടിൽ, അതേപോലെ ഞാനും പോകുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ അല്ലേ. എന്തെങ്കിലും നടക്കുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും അറിയിക്കുന്നതായിരിക്കും. ദുബായിൽ പനമേര എന്താ ദുബായിൽ പനമേര എടുത്തതിന്റെ കാരണം അവിടെ മാത്രം അവിടെ നിൽക്കണേ കൊണ്ടാണ്? ഇല്ല, അതുകൊണ്ടല്ല. അവിടെ കാശ് കുറവാണ് അവിടെ മേടിക്കാൻ. ഞാൻ പറയട്ടെ, ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഒരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് വരുന്ന ഒരാളാണ്. അപ്പോൾ ഒരുപാട് കാശൊന്നും എൻ്റെ കയ്യിൽ ആരും തന്നിട്ടില്ല. ഞാൻ തന്നെ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കമ്പാരിറ്റീവ് നോക്കുമ്പോൾ ഇവിടത്തെക്കാട്ടിയും 4-ൽ 1 കാശ് മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ അവിടെ ഒന്ന് എടുക്കാം. പിന്നെ ആഗ്രഹമുണ്ട് ഇവിടെ ഒരെണ്ണം ഒന്ന് എടുക്കണമെന്നുള്ളത്. അതും എപ്പോഴെങ്കിലും സാധിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നടക്കട്ടെ എന്ന് നിങ്ങളുടെയൊക്കെ. എത്ര വർഷത്തിനുള്ളിൽ പുതിയ റൂബിനെ കാണാം? എത്ര വർഷത്തിനുള്ളിൽ ബിസിനസ് ഒക്കെ ചെയ്ത് വെൽ സെറ്റ് ഉള്ള ഒരു റൂബിനെ കാണാൻ പറ്റുന്നത്? ഞാനിപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ഉള്ളതുകൊണ്ട് അതിപ്പോൾ 100 രൂപയാണെങ്കിലും ഞാൻ ഹാപ്പിയാണ്. മനസ്സിലായില്ലേ? ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോൾ ഒരുപാട് അങ്ങ് കോടീശ്വരൻ ആവണമെന്നോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നും ഇല്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എന്നാലും ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. എന്നെ കൊണ്ട് എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ശരിയാവണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും പേർക്ക് ജോലി കൊടുക്കണമെന്നുണ്ട്. എനിക്ക് പറ്റുന്ന കോൺടാക്ട്സ് വെച്ചിട്ട് ഒരുപാട് പേർക്ക് ജോലി വാഗ്ദാനം ഇപ്പം തന്നെ 1-2 പേരെ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പോയി കമ്പനീസിലൊക്കെ എനിക്കറിയാവുന്ന പല ആൾക്കാരുടെ അടുത്ത് കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ അവരെയൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നോക്കട്ടെ, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലല്ലേ ചെയ്യാൻ പറ്റും. നോക്കട്ടെ. കല്യാണം കഴിഞ്ഞാൽ പൊടിയായിട്ട് ദുബായിൽ സെറ്റിൽ ആവും ഉറപ്പായിട്ടും. കാരണം കല്യാണം കഴിഞ്ഞാൽ പൊടിക്കും ഗോൾഡൻ വിസ കിട്ടും. അപ്പം പൊടിയായിട്ടും ഫ്യൂച്ചറായിട്ട് അവിടെ ഒരു പുള്ളിക്കാരി ഒരു നല്ലൊരു ഫാഷൻ ഡിസൈനർ. അപ്പോൾ പുള്ളിക്കാരി ഇപ്പം ഇന്ന് വരാൻ സാധിച്ചില്ല. നാളെ വയനാട് ഒരു ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഒരു ഷോ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി പോയിരിക്കുക. അപ്പം പുള്ളിക്കാരിയായിട്ട് അവിടെ അസോസിയേറ്റ് ചെയ്ത് ഒരു ഇൻ്റർനാഷണൽ
ബ്രാൻഡിങ്ങിന്റെ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാം നടക്കട്ടെ അല്ലേ? വിവാഹം ഗുരുവായൂർ വെച്ചാൽ അതെങ്ങനെ അറിയാം? എനിക്ക് എന്റെ ആഗ്രഹമായിരുന്നു ഗുരുവായൂർ. അതെ, അപ്പൊ എന്തായാലും ഗുരുവായൂർ വെച്ചിട്ടായിരിക്കും. അതിനാണ് ട്രൈ ചെയ്യുന്നത്. അപ്പം മാക്സിമം ഗുരുവായൂർ ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ അറിയിക്കാം. എവിടെയെന്ന് വെച്ചാൽ അറിയിക്കാം. ഉറപ്പായിട്ടും അറിയിക്കാമെന്ന് അറിയാമല്ലോ, പിന്നെ എന്തിനാണ്. പിന്നെ ഭയങ്കര ഹാപ്പി ആട്ടോ, കാരണം ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയാ, നിങ്ങളെല്ലാവരും കുറെ നാളെ ശേഷം കാണുന്നത്. സത്യം പറഞ്ഞാൽ യൂഷ്വലി ചിലർ എന്ത് ചെയ്യാറുണ്ട്, ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, ചിലർ നമ്മളെ കുത്തി പ്രൊവോക്ക് ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾ ആരും അത് ചെയ്യുന്നില്ല. ഞാൻ നോക്കിയിരുന്നു ആരെങ്കിലും ചെയ്യുമെന്ന്, പക്ഷെ ആരും ചെയ്യുന്നില്ല. താങ്ക് യു സോ മച്ച്. എന്താ പറയാ, എന്നെ ഇഷ്ടമാണോ? സത്യം പറയാ. അയ്യോ, ചേച്ചിയുടെ പേരെന്താ? അയ്യോ ഓക്കെ ഞാൻ അയ്യോ. അപ്പൊ ഇവിടെ എങ്ങനെ സ്റ്റേ ഒക്കെ എങ്ങനെ? അപ്പൊ അനൂപേ, പുതിയ സിനിമ ഇപ്പൊ ഇല്ല, ഞാനൊന്ന് ഇത് ചെയ്യട്ടെ, അടുത്ത വർഷം ചെയ്യാം. മനസ്സിലായില്ലേ? സിനിമ ഞാൻ പറയാം, സിനിമ ആഗ്രഹമുണ്ട്. എന്നെ പോലെ ഒരു സാധാരണക്കാരൻ ഒരു സിനിമ എടുക്കാൻ പറഞ്ഞാൽ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് വേണ്ടി അധ്വാനിച്ച് അത് ചെയ്യാൻ വേണ്ടി എഫേർട്ട് ഇടുന്നതായിരിക്കും. ഞാൻ അത് ചെയ്യുകയും ചെയ്യും. അപ്പം എന്താ പറയാ, ഇച്ചിരി സമയം വേണം. ഇപ്പൊ പലരും പറയുന്നുണ്ട് ഞാനിപ്പോ സിനിമ ചെയ്യത്തില്ല, അവനെ കൊണ്ട് പറ്റൂല. അതാണ് എന്റെ പ്രൊമോഷൻ. അപ്പം ഒരു സിനിമ ചെയ്യുമ്പോൾ എന്താണ് ഇവൻ ചെയ്തത് എന്ന് കാണാൻ വേണ്ടി ആൾക്കാർ എന്ത് ചെയ്യും? അപ്പം സത്യമല്ലേ? അത്ര വേറൊരു മേഖലയും കൂടി നോക്കിയിരിക്കുകയാണ്, ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. അതെ, പുള്ളിക്കാരി ആക്ച്വലി അത്യാവശ്യം പാടുന്നതാണ്. അപ്പം അങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു അതെന്തായാലും പാടണം, ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. അപ്പം അന്ന് പുള്ളിക്കാരിയുടെ റെക്കോർഡിങ്ങിന്റെ ഭാഗമായിട്ടും എനിക്ക് പോകാൻ സാധിച്ചു. നന്നായി പാടി. പുള്ളിക്കാരിക്ക് ഞാൻ പറയില്ല, നല്ല ഫ്യൂച്ചറുള്ള എന്താ പറയുക, ഒരുപാട് ടാലന്റഡ് ആയിട്ടോ. പുള്ളിക്കാരിയുടെ ടാലന്റിന്റെ പകുതി പോലും എനിക്കില്ല. അപ്പം അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത് മാക്സിമം എന്നെ കൊണ്ട് എന്തുമാത്രം പുള്ളിക്കാരെ റീച്ച് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഹൈറ്റിൽ എത്താൻ പറ്റുമോ അതെല്ലാം മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ സപ്പോർട്ട് ചെയ്യും.